എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു തൻ്റെ പ്രഥമ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗമാണ് ഇത് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്, യേശുനാഥൻ ഗലീലിയയിലേക്ക് കടന്നു വരികയാണ്. ഗനേസരത്ത് തടാകത്തിലേക്കാണ്, അതിനെ ഗലീലിയ തടാകം എന്നും കൂടെ പറയും. അപ്പോൾ അവിടേക്ക് യേശുനാഥൻ കടന്നു വരികയാണ്. ഇവിടെ 2 വള്ളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ശിമിയോൻ്റെയും മറ്റൊന്ന് യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ആണെന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരുടെയും വള്ളങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അവർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ അവർ തങ്ങളുടെ വലയൊക്കെ കഴുകി ഒതുക്കി വെക്കുകയാണ്. ആ ഒരു സന്ദർഭമാണ് അവിടെ നമ്മൾ വചനം തുടക്കത്തിൽ കാണുന്നത്. ഇവിടേക്ക് യേശുനാഥൻ കടന്നു വരികയും ജനക്കൂട്ടം ഒത്തിരിയേറെ പേര് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശുനാഥൻ ആദ്യം ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടവരായിരിക്കാം, കേട്ടവരായിരിക്കാം. അവരൊക്കെ യേശുനാഥൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശുനാഥനെ കേൾക്കാനായിട്ട് തീക്ഷ്ണതയോടുകൂടി അവരുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ യേശുനാഥൻ ശിമിയോനോട് പറയുന്നു, തൻ്റെ വള്ളം ഒന്ന് അല്പം ആഴത്തിലേക്ക് ഇറക്കിയിടുക, എനിക്ക് അവിടെ നിന്ന് പ്രസംഗിക്കാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുക. അങ്ങനെ ശിമിയോൻ അത് കേട്ടുകൊണ്ട് യേശുനാഥനെ കേൾക്കുകയാണ്. അതിനനുസരിച്ചിട്ട് യേശുനാഥന് വേണ്ടിയിട്ട് വള്ളം ഒതുക്കിയിട്ട് കൊടുക്കുന്നു. യേശുനാഥൻ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും പ്രസംഗിക്കുകയാണ്. യേശുനാഥൻ അവിടെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ശിമിയോനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. നമ്മൾ ആദ്യത്തെ സന്ദർഭത്തിൽ അവിടെ ശിമിയോൻ പത്രോസും മറ്റ് ശിഷ്യന്മാരുമൊക്കെ, യേശുനാഥൻ്റെ ശിഷ്യന്മാരാകാൻ പോകുന്നവരാണ് അവരൊക്കെ. അവർ തങ്ങളുടെ ഒരു പരാജയത്തിലേക്ക് കടന്നുപോയ ഒരു സന്ദർഭത്തിലാണ്, ഒന്നും ലഭിച്ചിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് വള്ളം കരയ്ക്ക് കയറ്റി അതിനുശേഷം വലയൊക്കെ കഴുകി വെച്ചു. അങ്ങനെ നിൽക്കുന്ന മനുഷ്യരോടാണ് യേശുനാഥൻ പറയുന്നത്, ആഴത്തിലേക്ക് ഇറക്കി മീൻ പിടിക്കാൻ വലയിടുക. ശിമിയോൻ പത്രോസ് യേശുവിനോട് ഇപ്രകാരം പറയുകയാണ്, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. നമുക്കറിയാം, ഒരു മത്സ്യത്തൊഴിലാളിയായ മനുഷ്യനാണ് ശിമിയോൻ പത്രോസ്. എന്നാൽ നസ്രത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു തച്ചൻ്റെ മകനായ യേശുനാഥൻ അവിടെ പറയുന്നത്, ഈ ശിമിയോൻ പത്രോസ് പൂർണ്ണമായിട്ടും മത്സ്യത്തൊഴിലാളി ആയിട്ട് നിൽക്കുന്ന ആ വള്ളത്തിൻ്റെ ഉടമയായ ശിമിയോൻ പത്രോസ് കേൾക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ കണ്ടു, ശിമിയോൻ പൂർണ്ണമായൊരു പരാജയത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. ആ പരാജയത്തിൽ നിന്നുകൊണ്ട് എങ്കിലും ആ വള്ളവും വലയും ഒക്കെ ശിമിയോന് സ്വന്തമായിരുന്നു. ശിമിയോൻ പറയുന്നതാണ് അവിടെ എല്ലാം സംഭവിച്ചു കൊണ്ടിരുന്നത്. അന്ന് വരെ ശിമിയോൻ പറയും, മറ്റുള്ളവർ കേൾക്കും. എന്നാൽ ആ നിമിഷം മുതൽ ശിമിയോൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുകയാണ്. ശിമിയോൻ പത്രോസ് യേശു പറയുന്നത് കേൾക്കാനായിട്ട് തുടങ്ങി. ഗുരു, നീ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ചെയ്യാം. രാത്രി മുഴുവനും അധ്വാനിച്ച് തളർന്ന് അവശനായി നിൽക്കുന്ന മനുഷ്യനാണ് ഈ ഗുരുനാഥനോട് പറയുന്നത്. അതായത് കേവലം ഒരു മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ ഇതൊരു തച്ചൻ്റെ മകനായ യേശുവിനെ കേൾക്കാനായിട്ട് യേശുനാഥൻ ശിമിയോൻ തുടങ്ങുകയാണ്. പൂർണ്ണമായിട്ടും ഒരു മാറ്റത്തിലേക്ക് ശിമിയോൻ്റെ ജീവിതം കടന്നു വരുന്നു. അന്നുവരെ അമരത്തിരുന്നിരുന്ന ശിമിയോൻ മാറിക്കൊടുക്കുകയാണ്. യേശുനാഥൻ കടന്നു വരുന്നു. യേശുനാഥൻ പറയുന്നത് കേൾക്കാനായിട്ട് ശിമിയോൻ തുടങ്ങുന്നു. ഇനി നമ്മൾ കാണുന്നത് ഒരു വലിയ അത്ഭുതമാണ്. ശിമിയോൻ പത്രോസ് യേശുനാഥൻ പറയുന്നത് കേട്ടുകൊണ്ട് ആഴത്തിലേക്ക് വലയിറക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരിയേറെ മത്സ്യങ്ങൾ ശിമിയോൻ്റെ വലയിൽ കുടുങ്ങുകയാണ്. ശിമിയോന് ഒറ്റയ്ക്ക് വല വലിച്ചു കയറ്റാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാനെയും യാക്കോബിനെയും ഒക്കെ ആദ്യം കാണിച്ച് വിളിക്കുകയും അവരുടെ വള്ളവുമായിട്ട് വരികയും അവർക്കും നിറയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയധികം മത്സ്യങ്ങൾ ആ ശിമിയോന് ആ ഒരു ഒറ്റപ്പിടുത്തത്തിലൂടെ ലഭിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ശിമിയോൻ അവിടെ നിന്നുകൊണ്ട് യേശുനാഥൻ്റെ പാദത്തിലേക്ക് വീണുകൊണ്ട് പറയുകയാണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. ശിമിയോൻ തൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് ഒരു പൂർണ്ണമായിട്ടുമുള്ള ഒരു മാനസാന്തരത്തിൻ്റെ തലത്തിലേക്ക് ശിമിയോൻ കടന്നു വരികയാണ്.
അപ്പോൾ ശിമിയോൻ യേശുനാഥൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങിക്കൊണ്ട് പറയുകയാണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. കാരണം യേശുനാഥൻ്റെ മഹത്വം തിരിച്ചറിയുന്ന സന്ദർഭമായിരുന്നു ശിമിയോൻ്റെ ജീവിതത്തിൽ അവിടെ ഉണ്ടായത്. യേശുനാഥനെ ശ്രവിക്കുകയും യേശുനാഥൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ശിമിയോൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു സന്ദർഭമുണ്ടാകുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു തരി മീൻ ലഭിക്കാത്ത ശിമിയോൻ്റെ ജീവിതത്തിലേക്ക് ഒരു വല നിറയെ 2 വള്ളം നിറയെ മത്സ്യങ്ങൾ ലഭിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഒരു മനോഹരമായ സന്ദർഭത്തിലൂടെ ശിമിയോൻ്റെ ജീവിതം കടന്നു പോവുകയാണ്. ശിമിയോൻ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരികയാണ്, താൻ എത്രയധികം പാപിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ. അവിടെ നിന്നാണ് യേശുനാഥൻ ശിമിയോനെ തിരഞ്ഞെടുക്കുന്നത്, ശിമിയോനെ മാറ്റി നിർത്തുന്നത്. പിന്നീട് യേശുനാഥൻ ശിമിയോനോട് പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ശിമിയോൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും മാറിമറിയുകയാണ്. അവർ ആ വള്ളവും വലയുമൊക്കെ ഉപേക്ഷിച്ചിട്ട് യേശുനാഥൻ്റെ പിന്നാലെ കടന്നു പോവുകയാണ്. പിന്നീട് പെന്തക്കോസ്ത വേളയിൽ നമ്മൾ കാണുന്നുണ്ട്, ഒത്തിരിയേറെ പേര് ശിമയോൻ പത്രോസിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അവർ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. ആത്മാക്കളെ നേടുന്നവനായിട്ട് ശിമയോൻ പത്രോസ് മാറുകയാണ്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ആ വള്ളവും വലയുമൊന്നും ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ്. യേശുനാഥൻ തിരഞ്ഞെടുത്തവനായിട്ട് ശിമയോൻ പത്രോസ് മാറുകയാണ്. ഒരു മനോഹരമായ വചന ഭാഗം. അപ്പോൾ ഇതിൽ ഒരു 3 സന്ദർഭങ്ങൾ നമുക്ക് ഒന്ന് എടുത്ത് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, യേശുനാഥനെ കേൾക്കുന്നവനായിട്ട് ശിമയോൻ പത്രോസ് മാറുകയാണ്. അന്നുവരെ ശിമയോൻ പത്രോസ് പറയുന്നത് മറ്റുള്ളവർ കേൾക്കും. അവനായിരുന്നു ആ വള്ളത്തിൻ്റെ അധികാരി. അവൻ പറയുന്നതാണ് അവിടെ ഏറ്റവും വലിയ കാര്യം. എന്നാൽ ആ നിമിഷം മുതൽ യേശുനാഥൻ കടന്നു വന്ന് അവിടെ ശിമയോൻ പത്രോസിനോട് ആ വാക്കുകൾ പറയുന്നതോടുകൂടെ ശിമയോൻ പത്രോസ് യേശുവിന് തൻ്റെ അമരം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. യേശുനാഥൻ പറയുന്നത് ശിമയോൻ പത്രോസ് കേൾക്കാനായിട്ട് തുടങ്ങി. രണ്ടാമതായിട്ട് ഉണ്ടാകുന്നത്, ആ മനോഹരമായ അത്ഭുതം കണ്ടുകൊണ്ട് ശിമയോൻ പത്രോസ് തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. തൻ്റെ ജീവിതത്തിൽ എത്രയധികം പാപിയായ ഒരു മനുഷ്യനാണ്. ഈ മഹോന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്രയധികം താഴ്ത്തപ്പെട്ടവനാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ശിമയോൻ കടന്നു വരികയാണ്. അവിടെ നിന്നാണ് 3ാമത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശിമയോൻ യേശുനാഥൻ്റെ പിന്നാലെ അനുഗമിക്കുകയാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ മറ്റൊന്നിനും ഒരു പ്രാധാന്യവുമില്ല. അവിടുന്ന് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്നവൻ എന്നൊരു തിരിച്ചറിവിലേക്ക് ശിമയോൻ എത്തിച്ചേരുകയും യേശുവിൻ്റെ പിന്നാലെ കടന്നു പോവുകയും ചെയ്യുന്നു. അവൻ വഴി മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒത്തിരി ആളുകൾ യേശുവിനെ അനുഗമിക്കാനായിട്ട് ശിമയോൻ പത്രോസ് കാരണമായി തീരുന്നു. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ 3 സന്ദർഭത്തിലൂടെ കടന്നു പോകാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. നമ്മളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരനുസരിക്കണം എന്നുള്ള നിലപാടുള്ളവരാണ്. പലപ്പോഴും നമ്മളാണ് 1ാം സ്ഥാനം എന്നുള്ള ചിന്തയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അതിൽ നിന്ന് യേശുവിന് നമുക്ക് സ്ഥാനമൊഴിഞ്ഞു കൊടുക്കാം. യേശു പറയുന്നത് കേൾക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതുവഴി യേശുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കൃപകൾ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരൊറ്റ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ അപ്രകാരം യേശുവിൻ്റെ കൃപയിലേക്ക് കടന്നു വരികയും അവിടുത്തെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ പിന്നാലെ പോവുകയും മറ്റൊന്നും ഈ ലോകത്തിലുള്ള മറ്റെല്ലാം ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാം. യേശുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് യേശു നൽകുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ജീവിതത്തിലേക്ക് സ്വായത്തമാക്കിക്കൊണ്ട് യേശുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ അനുയായികളായിട്ട് നമുക്ക് മാറാം. ആ ദൈവത്തിൻ്റെ പുത്രരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരപ്പെടാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് യേശുനാഥനോട് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.